കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പാർക്കുന്നതായിരിക്കുന്ന ഈ ഭൂമി, വിശാലമേറിയ ഈ ഭൂമി, പച്ചപ്പുൽമേടുകൾ കൊണ്ട്, താഴ്വര കൊണ്ട്, കുന്നുകൾ കൊണ്ട്, മരം ചെരുവുകൾ കൊണ്ട്, മനോഹരമായിരിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ടും അലങ്കൃതമായിരിക്കുന്ന ഈ ഭൂമി, മനോഹരമായിരിക്കുന്ന കടലും സമുദ്രവും നദികളും പുഴകളും അരുവികളും കൊണ്ട് സമൃദ്ധമായിരിക്കുന്ന ഈ ഭൂമി, എത്രയോ മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ കൊണ്ട് ദൈവ സൃഷ്ടിയായിരിക്കുന്ന, ദൈവം കൽപ്പിച്ചപ്പോൾ ഉളവായി വന്ന ഈ ഭൂമിയിൽ പാർക്കുവാൻ ലഭിച്ച ഭാഗ്യമെന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ പാർക്കുകയും അതേ ഭൂമിയിൽ തന്നെ എത്രയോ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, എത്രയോ കൊലപാതകങ്ങൾ, എത്രയോ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ, ദുഷ്ടതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകും. ഇതെല്ലാം ഭൂമിയിൽ സംഭവിക്കുക. നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന വിശാലമായിരിക്കുന്ന ആകാശമണ്ഡലം, നീണ്ടു നിവർന്ന് കിടക്കുന്ന ദൈവം കൂടാരത്തെ പോലെ, തിരശ്ശീല പോലെ ദൈവം സൃഷ്ടിച്ച ആകാശമണ്ഡലം, പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ ചന്ദ്രൻ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, നമ്മൾ നോക്കുമ്പോൾ കാണുന്ന മനോഹരമായിരിക്കുന്ന മേഘങ്ങൾ, ഇരുണ്ടുകൂടുന്ന മേഘങ്ങളും തെളിഞ്ഞ മേഘങ്ങളുമെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് മനോഹരമായൊരു കാഴ്ചകളായി തീരുക. മേഘത്തെ ഭേദിച്ചുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം ആകാശമണ്ഡലത്തിൽ കാണുന്ന എത്രയോ മനോഹരമായൊരു കാഴ്ചകൾ. പല മേഘങ്ങളും പല രൂപങ്ങളായിട്ട് ചില സമയങ്ങളിൽ ആകാശമണ്ഡലത്തിൽ നാം കാണുവാറുണ്ട്. ഭൂമിയും ആകാശവും ദൈവം കൽപ്പിച്ചപ്പോൾ ഉളവായതാണ്. എന്നാൽ ഇന്ന് നാം പാർക്കുന്ന ഈ ഭൂമി മാറ്റപ്പെടും. ഇന്ന് നാം കാണുന്ന ആകാശവും മാറ്റപ്പെടും. എന്തുകൊണ്ടാണ് ഇത് മാറ്റപ്പെടുന്നത്? പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെടണം. അപ്പോൾ പഴയത് മാറ്റപ്പെടണം. പുതിയതൊന്ന് വരണമെങ്കിൽ പഴയത് മാറ്റപ്പെടണം. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കപ്പെടും. ഭൂമി മാറ്റപ്പെടും. പ്രധാന വചനം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:11 പറഞ്ഞിരിക്കുക, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളിലൂടെയും ഭൂമി ആകാശവും മാറിപ്പോകും, ഓടിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് മാറ്റപ്പെടും എന്നുള്ളത്. ഇത് മാറ്റപ്പെടുക മാത്രമല്ല, പുതിയതൊന്നാണ്. അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന വചനം നമ്മൾ പഠിക്കുമ്പോൾ നാം ഇന്ന് പാർക്കുന്ന ഭൂമി, ഉൽപ്പത്തി പുസ്തകം 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി എന്നും നമുക്കറിയത്തില്ല. എന്നാൽ ദൈവം അനാദിയായി ശാശ്വതമായ ദൈവം. ദൈവത്തിനൊരാരംഭമില്ല, അവസാനവുമില്ല, അനന്യനായ ദൈവം. എന്നാൽ ഭൂമിക്കൊരാരംഭം, ആകാശത്തിനൊരാരംഭം, സകല സൃഷ്ടികൾക്കും ഒരാരംഭം. നാൽക്കാലികൾക്കും ഇരുകാലുകൾക്കും ഇഴജാതികൾക്കും ആകാശത്തിൽ പറക്കുന്ന പ്രഭജാതികൾക്കും സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന സകല ജീവജാലകങ്ങൾക്കും ഇതിനെല്ലാം അടക്കി ഭരിക്കുവാൻ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മണ്ണുകൊണ്ട് മനഞ്ഞെടുത്ത മനുഷ്യനും ഒരാരംഭമുണ്ട്. ദൈവം അനന്യനായ ദൈവം. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഭൂമി, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം 102:25 ഇപ്രകാരം ഒരു വാക്യമുണ്ട്,
പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി ആകും, അവ നശിക്കും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയും ആകാശവും. കർത്താവ് പറയുന്നു, വചനം പറയുന്നു, ഇത് നശിച്ചു പോകും, ഇത് നീങ്ങിപ്പോകും, മാറിപ്പോകും. അപ്പോൾ ഭൂമി നിലനിൽക്കുമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം, ഭൂമി നിലനിൽക്കുകയില്ല, അത് മാറിപ്പോകും. അതിനെ പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. ഭൂമി മാറുവാൻ കാരണം കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ശപിക്കപ്പെട്ട ഒരു ഭൂമിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മൾ വ്യക്തമായിട്ട് അത് വെളിപ്പെടുത്തും. മുള്ളും പറക്കാരെയും അവിടെ മുളച്ചു. അതുവരെയും സന്തോഷം കൊണ്ട്, സമൃദ്ധി കൊണ്ടും, ആനന്ദം കൊണ്ടും നിറയപ്പെട്ട ഭൂമിയായിരുന്നു. മനുഷ്യരിൽ കടന്നു വന്ന തെറ്റ്, പാപം, അതിലൂടെ സംഭവിച്ച തകർച്ച ഭൂമിക്കും അല്ലെങ്കിൽ ഭൂമിയുടെ മേൽ ഇതൊരു ശാപമായി തീർന്നു. തുടർന്ന് ഭൂമിയിൽ ദുഷ്ടത പെരുകി. ഇന്നും ആ ദുഷ്ടത നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകം 9:24 ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദുഷ്ടത വർദ്ധിച്ചു വരും. അന്ധകാരത്തിൻ്റെ അധിപതി എന്ന് വിശേഷിപ്പിക്കുന്ന പിശാചിൻ്റെ ശക്തികൾ കൊടികുത്തി വാഴുന്ന ഭൂമിയായിട്ട് ഭൂമി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും വ്യഭിചാരങ്ങളും കൊലപാതകങ്ങളും മോഷണവും പിടിച്ചുപറിയും സകല മ്ലേച്ഛതകളും ഭൂമിയിൽ വാഴ്ച നടത്തുന്നത്. ഭൂമിയിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ മകനോട്, അമ്മ മകനോട്, അമ്മ മകനോട്, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ, സഹോദരങ്ങളുടെ ബന്ധത്തിൽ, സ്നേഹിതരുടെ ബന്ധത്തിൽ, സഭയിൽ, ദേശത്ത്, അയലക്കാരുള്ള ബന്ധത്തിൽ എല്ലാം ഭിന്നത, പിണക്കങ്ങൾ, ഇതെല്ലാം ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദുഷ്ടത കൊണ്ട് ഭൂമി നിറയപ്പെട്ടു. പ്രധാന വചനം നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാപ്രവചനം 66:1 പോലെ സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. അപ്പോൾ ദൈവം പറയാണ്, ഈ ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. ആ പാദപീഠത്തിൽ അണഞ്ഞടുത്തു വരേണ്ട മനുഷ്യൻ ഇന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കും. കാരണം ദുഷ്ടത വർദ്ധിക്കും. അങ്ങനെ ദുഷ്ടത കൊണ്ട് നിറയപ്പെട്ട ഈ ഭൂമി മാറ്റപ്പെടും. ആകാശമണ്ഡലവും മാറ്റപ്പെടും. ദൃശ്യമായി കാണുന്ന ആകാശമണ്ഡലം അത് മാറ്റപ്പെടും. കാരണം പിശാചിന്റെ അധികാരങ്ങൾ ആകാശമണ്ഡലത്തിൽ വാഴ്ച നടത്തും. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോട് മാത്രമേ. സ്വർലോകം എന്ന് പറയുമ്പോൾ 3-ാം സ്വർഗത്തെക്കുറിച്ച് തിരുവഴുത്ത് വെളിപ്പെടുത്തും. അപ്പോൾ സ്വർഗങ്ങൾ, അപ്പോൾ നമ്മൾ ദൃശ്യമായി കാണുന്ന ആകാശമണ്ഡലത്തിലായിരിക്കണം പിശാചിൻ്റെ അധികാരങ്ങൾ വാഴ്ച നടത്തുന്നത്. പഴയ നിയമത്തിൽ മനശ്ശയുടെ കാലഘട്ടത്തിൽ ആകാശ സൈന്യത്തെ ആരാധിച്ചിരുന്ന ഒരാരാധന രീതി ഉണ്ടായിരുന്നു എന്നും കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ശപിക്കപ്പെട്ട പാപം കൊണ്ട് നിറയപ്പെട്ട ഭൂമി മാറ്റപ്പെടണം. പിശാചിൻ്റെ അധികാരങ്ങൾ കുടിയിരിക്കുന്ന ആകാശമണ്ഡലവും മാറ്റപ്പെടണം. എന്നിട്ട് പുതിയതൊന്ന് സ്ഥാപിക്കപ്പെടണം. യെശയ്യാപ്രവചനം പുസ്തകം 66:22 ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എൻ്റെ മുമ്പാകെ നിലനിൽക്കും എന്ന് വെളിപ്പെടുത്തുന്നു. അപ്പോൾ പുതിയ ആകാശം, പുതിയ ഭൂമി
നിലനിൽക്കുമെന്ന് വെളിപ്പെടുത്തുമ്പോൾ പഴയത് നിലനിൽക്കുന്നില്ല, മാറ്റപ്പെടും. ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുമ്പോൾ അവനിൽ ഉണ്ടായിരുന്ന പഴയതെല്ലാം മാറിപ്പോകണം. അവൻ ഏതെല്ലാം വഴിയിലൂടെ നടന്നു, ഏതെല്ലാം പാപ വഴിയിലൂടെ ജീവിച്ചു, അതിനെല്ലാം മാറ്റമുണ്ടായി അവൻ പുതുതായി തീരുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന സകലതും മാറും. ദൈവം പുതിയത് സ്ഥാപിക്കും. യെശയ്യാപ്രവചന പുസ്തകം 65:17 ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല. കൊണ്ടോ പുതിയത് സൃഷ്ടിച്ചു കഴിയുമ്പോൾ മുമ്പിലത്തെ പഴയത് എന്ത് ചെയ്തില്ലാരും ഓർക്കുകയില്ല. അപ്പോൾ ക്രിസ്തുവിലായിത്തീർന്ന ഒരു മനുഷ്യൻ, ഒരു പുതിയ വ്യക്തി ആയിത്തീർന്നത് ക്രിസ്തുവിലൂടെ വീണ്ടും ജനങ്ങൾ. അപ്പോൾ അവൻ്റെ പഴയ കാര്യങ്ങൾ ഓർക്കുവാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പഴയത് ദുഃഖകരമാണ്, വേദനയാണ്, അത് നിരാശ ഉണ്ടാക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളായി. ഒരു പുതിയ മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ അവൻ പഴയത് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, പഴയതിലേക്ക് പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഓർത്തുകൊള്ളണം, നിരന്തരം പിശാച് പഴയതിലേക്ക് കൊണ്ടുപോകുവാൻ നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ചിന്തയിലേക്ക്, ഓർമ്മയിലേക്ക് പഴയ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവവിധലെ നീ പുതിയ മനുഷ്യനായി തീർന്നു, പുതിയൊരു വ്യക്തിയായി തീർന്നു. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. നീ പുതിയൊരു വ്യക്തിയായി തീർന്നിരിക്കുന്നുവെങ്കിൽ ഇനി നീ പഴയ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഈ പന്നിയുടെ ഒരു കഥ പറയാറുണ്ട്. പന്നിയും ഒരു ആട്ടിൻകുട്ടി രണ്ടുപേരെയും കുളിപ്പിച്ചു, മനോഹരമായിട്ട് ഒരുക്കി. രണ്ടുപേരും ഇങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു പോവുകയാണ്. പെട്ടെന്ന് ചെളികൾ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുളിച്ച് മിടുമിടുക്കന്മാരായിട്ട് യാത്ര ചെയ്യുന്ന ഈ പന്നിക്കുട്ടിയും ആട്ടിൻകുട്ടിയും ഈ ചെളി കണ്ട മാത്രയിൽ പന്നി എന്ത് ചെയ്തു? അവൻ കുളിച്ച് വൃത്തിയായിരിക്കുന്നു എന്നൊന്നും അവൻ നോക്കിയില്ല. അവൻ എടുത്ത ചെളിയിലേക്ക് ചാടി അവിടെ കിടന്ന് അവൻ സന്തോഷിക്കുകയാണ്, കുത്തിമറിയുകയാണ്. അവിടെ നിന്നുകൊണ്ട് ആട്ടിൻകുട്ടിയെ വിളിച്ചു, വാ നമുക്ക് സന്തോഷിക്കാം. എന്നാൽ ആട്ടിൻകുട്ടി പറഞ്ഞില്ല. ആട്ടിൻകുട്ടി അങ്ങനെ പോകുന്ന ഒരാട്ടിൻകുട്ടിയല്ല. ആട്ടിൻകുട്ടിക്കറിയാം, ഞാൻ വൃത്തിയായിരിക്കും, ഞാൻ വെടിപ്പോടെയായിരിക്കും, എനിക്ക് ചെളിയിൽ കിടന്ന് ഉരുണ്ട് കളിക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും പിശാച് നമ്മളെ പഴയ അവസ്ഥയിലേക്ക്, നാം പുതുതായെങ്കിലും പഴയ പരിചയത്തിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുവാൻ, ആ ചെളിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. ഒരു ദൈവത്തിൽ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, ഞാൻ ഇനിയും പഴയതിനുള്ളവനല്ല. എൻ്റെ കർത്താവിനെ പുതുതാക്കി തീർത്തു വയ്ക്കി. ഞാൻ എൻ്റെ കർത്താവിനുള്ളവനാണ്. യെശയ്യാപ്രവചന പുസ്തകം 51:6 നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പോയി പോകും, ഭൂമി വസ്ത്രം പോലെ പഴക്കും. ഒരു ഭൂമി ആകാശവും മാറ്റപ്പെടുമെന്ന്, പുതിയതൊന്ന് സ്ഥാപിക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തും. ഞാൻ സകലതും പുതുതാക്കും. ദൈവത്തിലെ നമ്മളിൽ ഒരു നിമിഷവും പുതുക്കമുണ്ടായിരിക്കണം. നിരന്തരം പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം ഒരു ദൈവത്തിൻ്റെ ജീവിതമെന്ന് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഓരോ നിമിഷവും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും, ക്രിസ്തുവിൽ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച് ആരുമായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ്, കാരണം നമ്മുടെ കർത്താവിൻ്റെ വകയാണ്. നമ്മുടെ കരത്തിൽ നമ്മുടെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന കർത്താവാണ്. അവിടെ കർത്താവിൻ്റെ വ്യവസ്ഥ പ്രകാരം ഓരോ നിമിഷം പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം.
യെശയ്യാപ്രവചന പുസ്തകം 34:4 ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. മർക്കോസ് 13:31 ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞ് പോകുകയില്ല. അപ്പോൾ ഇന്ന് കാണുന്നതെല്ലാം മാറിപ്പോകും. ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്ന, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടിയുലയും. ഭൂമി നെടുകയും കുറയ്ക്കുകയും ഭാരം കീറി മാറും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഭൂമി നിലനിൽക്കത്തില്ല. എത്ര ആഴങ്ങളിലേക്ക് അടിസ്ഥാനമിട്ട് പടുത്തുയർത്തപ്പെട്ട വൻ കെട്ടിടങ്ങളാണെങ്കിലും തമ്പുരാനെ ഈ ഭൂമിയെ പിടിച്ചെന്ന് കുലുക്കിയാൽ അതെല്ലാം നിലംപരിചായിത്തീരും. അപ്പോൾ ഓർത്തുകൊള്ളണം, നാം പടുത്തുയർത്തുന്നതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ ദൈവവചനം നിലനിൽക്കുന്നു. അതിന് മാറ്റമില്ല. അതിനെ ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും അത് തകർന്നു പോവുകയില്ല. കർത്താവിൻ്റെ വചനമേ, കർത്താവിൻ്റെ സുവിശേഷം. എത്ര പേര് ഇതിനെ തകർക്കാൻ ശ്രമിച്ചു, എത്ര പേര് കച്ചകെട്ടി ഇറങ്ങി കർത്താവിൻ്റെ വചനത്തെ തുടച്ചു മാറ്റുവാൻ. എന്നാൽ അവർ മാറ്റപ്പെട്ടിട്ടും ഇന്നും ജയക്കൊടി ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ദൈവത്തിൻ്റെ വചനം. കാരണം ഇത് നിലനിൽക്കുന്ന വചനമാണ്, മറ്റൊന്നും നിലനിൽക്കത്തില്ല. എന്നാൽ ആ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവിധനാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും നീ ക്രിസ്തുവിൽ നിലനിൽക്കും. കർത്താവിൻ്റെ ഭവനത്തിൽ ആ കർത്താവിനോട് കൂടെ നീ വാഴും. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ഒരു നിശ്ചയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം 2 പത്രോസ് 3:10 ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഭൂമി മാറ്റപ്പെടും, പുതിയതൊന്ന് സ്ഥാപിക്കപ്പെടും. ഇതേ ഭൂമി പുതുക്കുകയാണ്, ആകാശത്തെ പുതുക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും ഒരു പുതുക്കമുണ്ടാകും ഭൂമിക്കും ആകാശത്തിനും. ആകാശം മാറിപ്പോകും, നീങ്ങിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും. വിശ്വസിക്കാൻ പ്രയാസമാണോ? പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നാം പാർക്കുന്ന ഭൂമി ദൈവം കൽപ്പിച്ചപ്പോൾ ഉളവായി വന്ന ഭൂമിയാണ്. ദൈവം കൽപ്പിച്ചപ്പോൾ ആകാശം ഉളവായി വന്നുവെങ്കിൽ അതേ ദൈവം കൽപ്പിച്ചാൽ എവിടെ നിന്ന് വിളിച്ചു വരുത്തിയോ അവിടേക്ക് ഈ ഭൂമിയും ഈ ആകാശവും മാറിപ്പോയേ പറ്റും. ആകാശം ഭൂമി മാറ്റപ്പെടും. 2 പത്രോസ് 3:13 എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും എങ്ങനെയുള്ളതാണ്? നീതി വസിക്കുന്ന ഭൂമി, നീതി വസിക്കുന്ന ആകാശം. അപ്പോൾ ഇന്നത്തെ ഭൂമിയിൽ എന്തില്ല? നീതിയില്ല. അനീതി കൊണ്ട് നിറയപ്പെട്ട ഭൂമി. എവിടെ ചെന്നാലും അനീതിയാണ്. നീതി വസിക്കുന്ന ഒരു ഭൂമി കർത്താവിൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമകളായി നമ്മുടെ ജീവിതം മാറ്റപ്പെടണം. കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പോസ്തലനായ യോഹന്നാൻ ആത്മാവിൻ്റെ വിശുദ്ധതയിൽ കാണുകയാണ് പുതിയ ആകാശം പുതിയ ഭൂമി. പ്രിയപ്പെട്ടവരെ, സകലതും പുതുതാക്കുന്ന കർത്താവ് പുതിയ ആകാശം പുതിയ ഭൂമി ഒരുക്കും. ആ പുതിയ ഭൂമിയിൽ പാർക്കുവാൻ തക്കവണ്ണം നാം യോഗ്യതയുള്ളവരാണ്, നാം പ്രാപ്തരാണ്. അതോ നാം തള്ളപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനല്ല, പുതിയ ഭൂമിയിൽ പാർക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പുതിയ ഭൂമിക്കും ആകാശത്തിനു വേണ്ടി കാത്തിരിക്കാൻ. കാരണം വാഗ്ദത്തം ചെയ്ത കർത്താവ്
അത് നിവർത്തിക്കും. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.